നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിലെ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം റീജിയൻ തന്നാൽ എങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എക്സ് ഓവർ ദ റീജിയൻ ഇൻ ദ പോസിറ്റീവ് ക്വാഡ്രൻറ്റ് വിത്ത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അപ്പോൾ ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ടൈപ്പ് 1 ഉപയോഗിച്ചിട്ട്, ടൈപ്പ് 1 മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അതായത് വെർട്ടിക്കൽ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട്, അതുപോലെ തന്നെ ടൈപ്പ് 2 മെത്തേഡ്, അതായത് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ രണ്ട് രീതിയിലും ഈ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കണേ, ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കണേ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ റീജിയൻ ഏതാണ്? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് പാസ് ചെയ്യുന്ന ലൈനായിരിക്കും. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് 1 0 എന്നുള്ള പോയിൻറ്റിലൂടെയും അതുപോലെ തന്നെ 0 1 എന്നുള്ള പോയിൻറ്റിലൂടെയും പാസ് ചെയ്യുന്ന ഒരു ലൈനായിരിക്കും ഏത്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറയുന്നത്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഓക്കെ, സോ നമ്മൾ ചെയ്യണത് എന്താ? നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താ? എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് ഇൻ ദ പോസിറ്റീവ് ക്വാഡ്രൻറ്റ്. അപ്പോൾ പോസിറ്റീവ് ക്വാഡ്രൻറ്റ് ഏതാണ്? ഈ പോർഷനാണ് പോസിറ്റീവ് ക്വാഡ്രൻറ്റ് എന്ന് പറയുന്നത്, ഈ അപ്പർ പോർഷൻ മാത്രം. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ ലൈന് താഴത്തോട്ടുള്ള പോർഷൻ. അപ്പോൾ ഈ ഒരു റേഞ്ചിലുള്ള ഭാഗത്തെ ഏരിയ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പോർഷൻ കൺസിഡർ ചെയ്യുന്നു. അവിടുത്തെ ലിമിറ്റ് എങ്ങനെയൊക്കെയാണ് ചേഞ്ച് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലൈനിൻ്റെ പേര് പറഞ്ഞു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇൻ്റഗ്രൽ എങ്ങനെയായിരിക്കും തന്നെ? ഡബിൾ ഇൻ്റഗ്രൽ ഡി വൈ ഡി എക്സ് എന്നുള്ള ഫോമിലാണ് തന്നെ അല്ലേ? ഡബിൾ ഇൻ്റഗ്രൽ ഫംഗ്ഷൻ ഉണ്ടാവും, എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാവും. ദെൻ ഡി വൈ ഡി എക്സ് എന്നുള്ള രീതിയിലായിരിക്കും. ഈ ഔട്ടറിൽ വന്നത് ഡി എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വൈയുടെ ടേംസിലുള്ള ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വൈയുടെ ടേംസ് എങ്ങനെയാണ് നോക്കാം. വൈയുടെ ടേംസ് എങ്ങനെയാണ് പോകുന്നത്? വൈയുടെ ലിമിറ്റ് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ ലിമിറ്റ് ആദ്യം എഴുതാം. ലിമിറ്റ് ഓഫ് വൈ, വൈയുടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്? വൈയുടെ ലിമിറ്റ് ഇവിടെ 0 നിന്ന് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ആദ്യം മൂവ് ചെയ്യുക, ദെൻ റൈറ്റിലേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ അവിടെ ചേഞ്ച് വരുന്നത് വൈക്ക് എങ്ങനെ ചേഞ്ച് വരുന്നത്? വൈ എന്ന് പറയുന്നത് ഇവിടെ 0 0 എന്നുള്ള പോയിൻ്റാണ്, ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് ഈ ലൈനിൽ വരുന്ന പോയിൻ്റ് ഏതാണ്? ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അവിടെ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് എക്സ് ആണ്. എൻഡ് ചെയ്യണത് ഈ ലൈനിലല്ലേ എൻഡ് ചെയ്യുന്നത് വൈയുടെ ടേം. അപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്താൽ അവിടെ 0 തൊട്ട് 1 വരെ. ഓക്കെ, അപ്പർ പോർഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ വൈ എന്നത് 1 മൈനസ് എക്സ് എന്ന ഈ ലൈനിൽ നമുക്ക് എഴുതാം അല്ലേ? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണെങ്കിൽ വൈ എന്ന് പറഞ്ഞത് 1 മൈനസ് എക്സ് ആണ്. അപ്പോൾ വൈയുടെ ചേഞ്ച് എങ്ങനെയാണ്? 0 ടു 1 മൈനസ് എക്സ് ആണ്. സോ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ്. ആൻഡ് എക്സിൻ്റെ ലിമിറ്റ് എങ്ങനെയായിരിക്കും? എക്സിൻ്റെ 0 തൊട്ട് 1 വരെയാണ്. എക്സിൻ്റെ ഈ സ്ട്രിപ്പ് മൂവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 നിന്ന് 1ലേക്ക്, വൈയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നത് 0 ടു 1 മൈനസ് എക്സ്. നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് എടുക്കേണ്ടത് അപ്പർ പോർഷനിലെ കർവ് എവിടെയാണ് വന്നേക്കുന്നത് ആ ഭാഗത്തായിട്ട് വരുന്ന കർവിൽ നിന്നാണ് നമ്മൾ ലിമിറ്റ് എഴുതേണ്ടത്. അപ്പം ലോവർ ലിമിറ്റ് എഴുതേണ്ടത് ലോവർ പോർഷനിൽ വരുന്ന കർവ് ഏതാണോ അതനുസരിച്ച് അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ വൈ എന്ന് പറയുന്നത് 0 ടു 1 മൈനസ് എക്സും അതുപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ചേഞ്ചസ് ടു എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1. ഇനി ഇത് രണ്ടും കിട്ടിയല്ലോ, ഇത് ലിമിറ്റ് കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാമല്ലോ. ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എ ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ. ആറിൻ്റെ പ്ലേസിൽ ഇവിടെ എന്താ വരുന്നത്? നമുക്ക് എഴുതാമല്ലോ, ലിമിറ്റ് എഴുതാമല്ലോ. ഞാൻ പറഞ്ഞു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് എന്നുള്ള ഫോമിലാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? എക്സ് ആണ്. എക്സ് ഡി വൈ ഡി എക്സ് എന്ന് വരും. അപ്പോൾ ഡി വൈ ആദ്യം എഴുതുമ്പോൾ ഏത് ലിമിറ്റ് ആദ്യം ഇവിടെ എഴുതണം? ഡി വൈ എഴുതുമ്പോൾ ഇവിടെ വൈയുടെ ലിമിറ്റ് വേണം എഴുതാൻ. വൈയുടെ ലിമിറ്റ് 0 തൊട്ട് 1 മൈനസ് എക്സ് വരെ. ഓക്കെ, ദെൻ ഔട്ടറിൽ ഡി എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റാണ് ഈ പുറത്തെ ലിമിറ്റിൽ ഇൻ്റഗ്രൽ എഴുതേണ്ടത്. എക്സിൻ്റെ ലിമിറ്റ് 0 ടു 1 ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ലിമിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഔട്ടർ ലിമിറ്റിൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. അവിടെ വേരിയബിൾ ലിമിറ്റ് എഴുതാൻ പാടില്ല. വേരിയബിൾ ലിമിറ്റ് എഴുതുന്നത് ഉള്ളിലുള്ള ആ ഇൻ്റഗ്രലിൽ മാത്രമേ വേരിയബിൾ ലിമിറ്റ് വരാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം. ഔട്ട് സൈഡിൽ എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഇൻ്റഗ്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് അവസാനം കോൺസ്റ്റൻറ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്തിട്ട് ഉത്തരം കിട്ടുവാണല്ലോ ചെയ്യണത്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ എഴുതാൻ. അപ്പോൾ ഡി വൈ ആണ് ഇവിടെ എഴുതുന്നതെങ്കിൽ വൈയുടെ ലിമിറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഡി എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ലിമിറ്റ്. ഓക്കെ,
ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. നമ്മുടെ ഫംഗ്ഷൻ എക്സ് ആണ്, എക്സ് ഡി വൈ ഡി എക്സ് എന്നാണ്. അപ്പോൾ വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിനെ എങ്ങനെ എടുക്കണം? കോൺസ്റ്റൻ്റ് ആക്കി എടുക്കണം. സോ ഇൻ്റഗ്രൽ 0 to 1 വൈ വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, എക്സ് വൈ എന്ന് വരും. ദെൻ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കാം. ഏതിനാണ് കൊടുക്കേണ്ടത്? വൈക്കാണ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കേണ്ടത്. സോ 0 to 1 മൈനസ് എക്സ്. സോ 0 to 1 മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, പിന്നെ ഡി എക്സും കൂടെ എഴുതണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ദെൻ എക്സ് ഇൻറ്റു എക്സ് കോൺസ്റ്റൻ്റ് ആണ്, അപ്പർ ലിമിറ്റായ 1 മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 മൈനസ് എക്സ് മൈനസ് ലോവർ ലിമിറ്റ് 0 ദെൻ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 അത് മൾട്ടിപ്ലൈ ചെയ്താൽ. ഓക്കെ, നൗ എക്സ് മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് വന്നേക്കുന്നത്. രണ്ട് ടൈം ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 ദെൻ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3. ഓക്കെ, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എഴുതുക 0 to 1 ദെൻ അപ്പർ ലിമിറ്റ് കൊടുക്കുക. 1 കൊടുത്താൽ ഇവിടെ രണ്ട് പ്ലേസിലും 1 കൊടുത്താൽ 1/2 ദെൻ മൈനസ് 1/3 രണ്ടിലും 0 കൊടുത്താൽ -0 വരും. സോ ഇത് LCM എന്ന് പറഞ്ഞാൽ 6 ആണ്. ദെൻ 3 - 2 എന്ന് വരും ന്യൂമറേറ്ററിൽ, ദാറ്റ് ഈസ് 1/6. അപ്പോൾ ഇത് നമ്മൾ വെർട്ടിക്കൽ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏരിയ ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ വാല്യൂ 1/6 എന്ന് കിട്ടി. അപ്പോൾ ഇനി ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് ഉപയോഗിച്ചാലും നമുക്ക് എന്ത് 1/6 തന്നെ കിട്ടണം. അപ്പോൾ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ പ്രോബ്ലം ഞാനങ്ങനെ രണ്ട് രീതിയിൽ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുകൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരയ്ക്കണത് എങ്ങനെയാണ്? എക്സ് വൈ ആക്സിസ് മാർക്ക് ചെയ്തു, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ഉള്ള ലൈനും മാർക്ക് ചെയ്തു. ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു സ്റ്റെപ്പായിരിക്കും ഹൊറിസോണ്ടൽ സ്റ്റെപ്പ്. ഇനി ഇതിൽ നോക്കിയാൽ നമ്മൾ ഹൊറിസോണ്ടൽ സ്റ്റെപ്പിൽ എങ്ങനെയാണ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ടു അപ്പർ പോർഷൻ, താഴേക്ക് ആദ്യം വരും പിന്നെ മുകളിലേക്ക്, അങ്ങനെയാണ് അതിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ അവിടെ എക്സിനാണ് ചേഞ്ച് വരുന്നത്. എക്സ് എവിടം തൊട്ട് എവിടം വരെയാണ് വരുന്നത്? എക്സ് ഇവിടെ എക്സ് ആക്സിസിൽ 0 ആണ് അല്ലേ, ഒറിജിനിൽ നിന്ന് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എക്സ് 0 തൊട്ട് എവിടം വരെ? ഇവിടുത്തെ കർവ് നമ്മൾക്ക് തന്നേക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലൈൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. അപ്പോൾ എൻ്റെ ചെയ്ത് നിൽക്കുന്നത് ഈ ലൈനിലല്ലേ. അപ്പോൾ ആ ലൈനിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ് നമ്മുടെ ലൈൻ. അതിൽ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 മൈനസ് വൈ എന്ന് എഴുതാം അല്ലേ. ഇവിടെ എക്സിൻ്റെ വാല്യൂ 0 ടു എക്സ് ഈക്വൽ ടു എവിടം വരെയാണ്? എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ വരെ. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത് 0 മുതൽ 1 മൈനസ് വൈ വരെയാണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് എങ്ങനെയായിരിക്കും? വൈയുടെ ലിമിറ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്. വൈയുടെ വാല്യൂ എങ്ങനെ ചേഞ്ച് ചെയ്യണേ? വൈ ഇവിടെ 0ൽ നിന്ന് ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, 0, 1 ഉള്ള പോയിൻ്റാണ്. അവിടെ വൈയുടെ വാല്യൂ ഉണ്ട്, ഇവിടെ എന്താണ്? 1 ആണ്. അപ്പോൾ 0 to 1 ആണ് വൈയുടെ ലിമിറ്റ്. എക്സിൻ്റെ ലിമിറ്റ് 0 to 1 മൈനസ് വൈ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നോക്കിയിട്ട് ഏത് പോർഷനാണോ ഏത് കർവാണോ നമുക്ക് തന്നേക്കുന്നത് അതനുസരിച്ച് ലിമിറ്റ് എടുക്കാം. ഇവിടെ നമുക്ക് ലിമിറ്റ് എഴുതാം. ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റ് എങ്ങനെയാണ് പോയിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ. ദെൻ വൈയുടെ ലിമിറ്റ് പോയിരിക്കുന്നത് വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ ഹൊറിസോണ്ടൽ സ്റ്റെപ്പ് എടുക്കുവാണെങ്കിൽ ഈ രീതിയിൽ വേണം ഇൻ്റഗ്രൽ ലിമിറ്റ് എഴുതാൻ വേണ്ടിയിട്ട്. സോ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഡി വൈ ഡി എക്സ്, എക്സ് ഡി എ എന്ന് പറയുന്നത് അത് തന്നെയാണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ എക്സ് ഡി എക്സ് ഡി വൈ. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും എഴുതണമല്ലോ. എക്സ് നമ്മൾ ഇനി ഇവിടെ എടുക്കുന്നത് ഡി വൈ ഡി എക്സ് ആണോ ഡി എക്സ് ഡി വൈ ആണ്? ഡി എക്സ് ഡി വൈ ആണ് നമ്മൾ എടുക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എഴുതേണ്ട ലിമിറ്റ് ഏതാണ്? എക്സിൻ്റെ ലിമിറ്റാണ്. എക്സിൻ്റെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? എക്സിൻ്റെ ലിമിറ്റ് 0 ടു 1 മൈനസ് വൈ, 0 ടു 1 മൈനസ് വൈ. ദെൻ രണ്ടാമത് എഴുതിയേക്കുന്ന ഡി വൈ എന്നാണ്. അപ്പോൾ വൈയുടെ ലിമിറ്റാണ് ഔട്ടറിൽ എഴുതേണ്ടത്. സോ വൈയുടെ ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരെ? വൈ ഈക്വൽ ടു 0 ടു 1. സോ 0 ടു 1. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യണേ. സോ എക്സ് ഡി എക്സ് എന്നുള്ളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ദെൻ അപ്പോൾ നമുക്ക് വൈയിൽ മാത്രമുള്ളൊരു ഫംഗ്ഷനാവും. ആ വൈയിൽ വീണ്ടും വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് ഔട്ടർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ 0 ടു 1 ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എക്സിൻ്റെ ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ 2 എന്ന് വരും അല്ലേ. അതിൻ്റെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 ടു 1 മൈനസ് വൈ. ദെൻ ഡി വൈ
ദാറ്റ്സ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 to 1 അപ്പർ ലിമിറ്റ് കൊടുത്താൽ 1 മൈനസ് വൈ ഹോൾ സ്ക്വയർ ബൈ 2 ദെൻ മൈനസ് 0 അല്ലേ, അപ്പോൾ അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. ദെൻ ഡി ഇൻറ്റഗ്രൽ 0 to 1 മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത് എന്താണ് 1 മൈനസ് 2y പ്ലസ് വൈ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2, അപ്പോൾ ഡി വൈ 1/2 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണത്. ദെൻ ഒന്നുകിൽ വൈ കൊടുക്കുക. വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1ൻ്റെ ഇൻറ്റഗ്രൽ വൈ തന്നെ വൈ മൈനസ് 2y സ്ക്വയർ ബൈ 2 പ്ലസ് വൈ ക്യൂബ് ബൈ 3. ദെൻ ഇൻറ്റഗ്രൽ എന്താണ് 0 to 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു 2 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ദെൻ വൈ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ദെൻ വൈ ക്യൂബ് ബൈ 3. അവിടെ വെച്ച് തന്നെ ലിമിറ്റ് കൊടുക്കാം നമുക്ക്. ഓക്കെ, ദെൻ 1/2 ഇൻറ്റു 1 എന്നുള്ള ലിമിറ്റ് കൊടുത്താൽ 1 മൈനസ് 1 ദെൻ പ്ലസ് 1/3. ലോവർ ലിമിറ്റ് കൊടുത്താൽ എല്ലാം 0 ആയിപ്പോവും, അതുകൊണ്ട് അത് എഴുതുന്നില്ല. 1 മൈനസ് 1 ക്യാൻസൽ ചെയ്തു. സോ 1/2 ഇൻറ്റു അകത്ത് 1/3 ഉണ്ട്. സോ 1/2 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 1/6. അത് തന്നെയല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതും. ടൈപ്പ് 1 വെച്ചിട്ട് ചെയ്തപ്പോഴും ആ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടിയത്. ഹൊറിസോണ്ടൽ സ്ട്രിപ്പും വെർട്ടിക്കൽ സ്ട്രിപ്പും കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പം കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.